അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഈ പുണ്യമാക്കപ്പെട്ട രാവുകളിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഇബാദത്തുകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ചില സന്തോഷങ്ങളാണ്. ആ ഒരു സന്തോഷത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട രാവുകൾ ശനിയാഴ്ച നമുക്ക് ദുൽഹിജ്ജ 8 യൗമു തർവിയ. ഞായറാഴ്ച നമുക്ക് ദുൽഹിജ്ജ 9 അറഫാ ദിനമാണ്. തിങ്കളാഴ്ച ദുൽഹിജ്ജ 10 ബലിപെരുന്നാളാണ്. നമുക്ക് പെരുന്നാളോട് അനുബന്ധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെയേറെ പ്രതിഫലാർഹമായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് തക്ബീർ ചൊല്ലുക. തക്ബീർ ചൊല്ലുന്നതിന് വളരെയേറെ പ്രതിഫലമുണ്ട്, വളരെയേറെ പുണ്യമുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കുകളാണ് തക്ബീർ. എന്താണ് നമ്മൾ തക്ബീറിൽ പറയുന്നത്? അല്ലാഹു അക്ബർ. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു ഏറ്റവും വലിയവനാണ്. അള്ളാഹു ഏറ്റവും വലിയവനാണ്. അത് പറയുന്നത് തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. കാരണം അള്ളാഹുവിനേക്കാൾ വലിയവനായിട്ട് ഒരാളും ഇല്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മറ്റുള്ളവരെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. നമ്മളോ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഉടമ അള്ളാഹുവാണ്. അപ്പോൾ ഉടമയായ അള്ളാഹുവിനെ വിളിക്കുക. നമ്മൾ നിസ്കാരം തുടങ്ങുമ്പോൾ നിസ്കാരത്തിൻ്റെ ആ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അമലുകളിൽ ആദ്യത്തേത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. നിയ്യത്തുണ്ട്, നിയ്യത്ത് പ്രധാനമാണ്. തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ. ഫിഖിൽ പ്രത്യേകിച്ച് ഫത്വൽ മുഈനിൻ്റെ ആദ്യത്തിൽ കാണാം, അള്ളാഹു കബീറുൻ എന്ന് പറഞ്ഞാൽ പറ്റൂല, ശരിയാവില്ല. അള്ളാഹു അക്ബർ എന്ന് തന്നെ പറയണം. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്. കബീർ എന്ന് പറഞ്ഞാൽ വലിയവനാണ്. കബീറിൻ്റെ നേരെ വിപരീതമാണ് സഗീർ, ചെറിയവൻ. അള്ളാഹു അക്ബറാണ്. അതങ്ങനെ തന്നെ പറഞ്ഞെങ്കിലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, അള്ളാഹുവിനെ വാഴ്ത്തി പറയുക, തക്ബീർ ചൊല്ലുക, ഇത് പുണ്യമാണ്. നമുക്ക് തക്ബീർ ചൊല്ലാൻ ഒരുപാട് സമയങ്ങൾ ഇനി വരാനുണ്ട്. ബലിപെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മളുടെ തക്ബീർ തുടങ്ങുന്നത് അറഫാ ദിവസം സുബ്ഹിയുടെ നിസ്കാരത്തിൻ്റെ ശേഷം മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അസർ നിസ്കാരത്തിൻ്റെ ശേഷം വരെ. അഥവാ നമുക്ക് ഞായറാഴ്ചയാണ് അറഫാ ദിവസം വരുന്നത്. അന്ന് സുബഹി നിസ്കാരം നിർവഹിച്ച് നമ്മൾ അത് മുതൽ നിർവഹിക്കുക.
അങ്ങനെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ നിർവഹിക്കുന്ന തക്ബീർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ദുൽഹിജ്ജ 9, 10, 11, 12, 13 5 ദിവസം തക്ബീറുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ശുദ്ധമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ നിർവഹിക്കുക. മറ്റൊരു തക്ബീർ കൂടെ ബലിപെരുന്നാളിനുണ്ട്. അഥവാ നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ, നമ്മളിപ്പോഴത്തെ സ്ഥിതിയിൽ പറഞ്ഞാൽ, ഞായറാഴ്ച മഗ്രിബ് മുതൽ തിങ്കളാഴ്ച നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്നത് വരെ എപ്പോഴും നിർവഹിക്കാൻ പറ്റുന്ന തക്ബീർ. ഈ ഒരു തക്ബീറിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് ഇന്ന സമയം എന്നൊന്നും ഇല്ല, എപ്പോഴും ചൊല്ലാം. അഥവാ ഞായറാഴ്ച മഗ്രിബ് നിസ്കരിച്ചത് മുതൽ തിങ്കളാഴ്ച പെരുന്നാൾ നിസ്കാരത്തിന് നമ്മൾ തക്ബീർ കെട്ടുന്നത് വരെ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെയുള്ള സമയത്ത് എപ്പോഴും നിർവഹിക്കാൻ പറ്റുന്ന ഒരു തക്ബീർ. ആദ്യം പറഞ്ഞ തക്ബീർ അങ്ങനെയല്ല. അത് ഞായറാഴ്ച സുബഹി മുതൽ നിസ്കരിച്ചതിൻ്റെ ശേഷം മുതൽ, അങ്ങനെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും നിർവഹിക്കുന്ന ഫർളോ സുന്നത്തോ ആയ ഖളാ വീട്ടുന്നതോ ആയ ഏത് നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ നിർവഹിക്കുന്ന തക്ബീർ. ഈ 2 തക്ബീറുകളെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ദുൽഹിജ്ജ 1 മുതൽ തന്നെ നമുക്ക് നിർവഹിക്കുന്ന ഒരു തക്ബീർ, അത് ഉലൂഹിയത്തിന് പറ്റുന്ന മൃഗങ്ങളെ കാണുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന തക്ബീറാണ്. അത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിർത്തിയാലും മതി. ഇതങ്ങനല്ല, ഇത് നമ്മൾ സാധാരണ തക്ബീർ നിർവഹിക്കലുണ്ടല്ലോ പെരുന്നാളിന് എന്ന പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഇമാം തൊബറാനി രേഖപ്പെടുത്തുന്നുണ്ട് തക്ബീറിനെ പറ്റി. ഒരുപാട് ഹദീസുകളുണ്ട്. ആയത്തുകളിലും സൂചനയുണ്ട്. നമുക്കതിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സന്തോഷം കിട്ടാൻ ഈ ഹദീസ് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ അഹല്ല മുഹില്ലുൻ ഖത്തു ഇല്ലാ ബുശ്ശിറ വലാ കബ്ബറ മുകബ്ബിറുൻ ഖത്തു ഇല്ലാ ബുശ്ശിറ ഖീല ബിൽ ജന്നതി ഖാല നഅം. ഇതാണ് ഹദീസ്. അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കുക. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഇത് തൊബറാനി എന്ന് പറഞ്ഞ ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ ഉള്ളതാണ്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മാ അഹല്ല മുഹില്ലുൻ ഖത്തു, അഥവാ തെൽബിയത്ത് നിർവഹിക്കുന്ന ആൾ. അപ്പം ഹജ്ജിന് നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ അത് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തെൽബിയത്ത് ചൊല്ലുമല്ലോ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അല്ലാഹു നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ കരുണാവാരിധിയായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ പറയുന്ന ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ തെൽബിയത്ത് ചൊല്ലുന്ന ഏതൊരാളും തെൽബിയത്തിൻ്റെ ശബ്ദം മുഴക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലാ ബുശ്ശിറ, അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടല്ലാതെ. അപ്പോൾ അവൻ തെൽബിയത്ത് ചൊല്ലുമ്പോഴൊക്കെ
സന്തോഷ വാർത്ത അവൻ അറിയിക്കപ്പെടുന്നുണ്ട്. എന്ത് സന്തോഷ വാർത്ത? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും. തെൽബിയത്ത് ചൊല്ലുന്ന ഹാജിമാർ, ഉംറ ചെയ്യുന്ന ആളുകൾ, അവരുടെ തെൽബിയത്തിൻ്റെ പുണ്യം ആലോചിച്ച് നോക്കും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇനി ഇതിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ എല്ലാ ആളുകൾക്കൊന്നും ഇപ്പോൾ തെൽബിയത്ത് ചെല്ലൽ സുന്നത്തില്ലല്ലോ. അത് ഹജ്ജ് ഉംറ നിർവഹിക്കുമ്പോൾ മാത്രമാണ്. ഇനി നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഹദീസിലുണ്ട്. വല കബ്ബറ മുകബ്ബിർ കത്തു. തക്ബീർ ചൊല്ലുന്നവൻ അവൻ തക്ബീർ ചൊല്ലുമ്പോഴൊക്കെ ഇല്ലാ ബുഷിറ, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടല്ലാതെ ഇല്ല. അപ്പോൾ അവൻ തക്ബീർ ചൊല്ലുമ്പോഴൊക്കെ അവൻ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്, സന്തോഷ വാർത്ത അവനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്വഹാബത്ത് ആരോ ചോദിച്ചു, ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയാണോ നബിയെ? കാല, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയാണ്. സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത. പ്രിയപ്പെട്ടവരെ, നമ്മൾ തക്ബീർ ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊരു സന്തോഷമാണിത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെയാണ് നമ്മൾ തക്ബീർ ചൊല്ലും. ഈ തക്ബീർ ചൊല്ലുമ്പോൾ മുത്ത് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ തക്ബീർ ചൊല്ലുമ്പോൾ ഓരോ തക്ബീർ മുഴക്കുമ്പോഴും സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഒരു തക്ബീറിൻ്റെ ആ ഒരു സന്തോഷം, തക്ബീറിൻ്റെ ഒരു മധുരം എത്രയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ഈ പുണ്യമാക്കപ്പെട്ട രാവിലെ എല്ലാവരും ഈ ഒരു സന്ദേശം എല്ലാവർക്കും എത്തട്ടെ. നിങ്ങൾ ഷെയർ ചെയ്യൂ. മറ്റൊന്നിനും വേണ്ടിയല്ല, കുറേ ആളുകൾക്ക് ഈ ഈ ഈ ഹൈർ കിട്ടട്ടെ, ഹൈർ അവർക്കൊക്കെ കിട്ടട്ടെ. അവർക്കൊക്കെ ഇതിൻ്റെ നമ്മളതിൻ്റെ ആ ഹദീസിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തക്ബീർ ചൊല്ലുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്. തക്ബീർ ചൊല്ലാത്ത നമ്മളെല്ലാവരും ചൊല്ലാറുണ്ട്, പക്ഷേ ആ തക്ബീറിൻ്റെ ആ ഒരു മധുരിമ അത് അനുഭവിച്ച് ചൊല്ലുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതെല്ലാവർക്കും കിട്ടട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.